ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. ആക്റ്റീവ് പാസീവ് വോയിസിൻ്റെ 15 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, 2 ക്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഡു നോട്ട് ഇൻസൾട്ട് ദ വീക്ക്. ഓക്കെ, ഇതിൻ്റെ പാസീവ് എന്താ വരിക? ഡു നോട്ട് ഇൻസൾട്ട് ദി വീക്ക്. നമ്മൾ ചെയ്യണതെല്ലാം PYQ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. PYQ ആണ് ഈ 15 ക്വസ്റ്റ്യൻസ്. ആൻസർ എന്താ വരുന്നത്? ആദ്യത്തെയാണ് വരിക അല്ലേ. ലെറ്റ് നോട്ട് ദ വീക്ക് ബി ഇൻസൾട്ടഡ്. എങ്ങനെ മനസ്സിലായി? ഡു നോട്ട് ഇൻസൾട്ട് ദ വീക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഇംപെരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപെരേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു കമാൻഡോ, അതിനൊക്കെയാണ് നമ്മൾ ഇംപെരേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഡു നോട്ട് ഇൻസൾട്ട് ദ വീക്ക് എന്ന് പറഞ്ഞാൽ ഇംപെരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഒരു ലെറ്റ് ഉണ്ടാവും, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ബി ഉണ്ടാവും, പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഇവിടെ നോക്കിയേ, ലെറ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ബി ഉണ്ട്, V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട്. ഓക്കെ, ഇതിനിടയിൽ ഒരു നോട്ട് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നോട്ട് വന്നേ? ഇവിടെ ഡു നോട്ട് ഇൻസൾട്ട് ദ വീക്ക് എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നോട്ട് കൊടുത്ത സ്ഥിതിക്ക് നമ്മുടെ മീനിങ് മാറാൻ പാടില്ല കേട്ടോ പാസീവിനകത്ത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു നോട്ടും കൂടെ ചേർത്തത്. ഓക്കെ, അപ്പോൾ ലെറ്റ് നോട്ട് ദി വീക്ക് ബി ഇൻസൾട്ടഡ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇവിടെ നമുക്ക് നോട്ട് ചേർക്കാം, അല്ലെങ്കിൽ ലെറ്റ് ദ വീക്ക് നോട്ട്, ഇവിടെയും വേണമെങ്കിൽ നോട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണോ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൂ വൺ ദി ഫുട്ബോൾ മാച്ച്? ഹൂ വൺ ദി ഫുട്ബോൾ മാച്ച്? ആൻസർ എന്താ വരിക? വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. ഓക്കെ, നമ്മുടെ ആൻസർ രണ്ടാമത്തെയാണ്. ഓക്കെ, ബൈ ഹൂം വാസ് ദി ഫുട്ബോൾ മാച്ച് വൺ. എങ്ങനെ ആൻസർ കിട്ടിയേ? ഈ ഹൂ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പാസീവിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ബൈ ഹൂം എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ഈ 2 ഓപ്ഷൻസ് വെട്ടിക്കളയാം. ഇനി ബൈ ഹൂം വാസ് ദി ഫുട്ബോൾ മാച്ച് വൺ ആണോ, അല്ലെങ്കിൽ ബൈ ഹൂം ഇസ് ദി ഫുട്ബോൾ മാച്ച് വൺ ആണോ? ഈ വൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിന്നിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ വൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് V2 ഫോം ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ V2 ഫോം ആണെങ്കിൽ പാസീവിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയായിരിക്കും? വാസ് അല്ലെങ്കിൽ വേർ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞാൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? വാസ് അല്ലേ. ബൈ ഹൂം വാസ് ദി ഫുട്ബോൾ മാച്ച് വൺ. കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. ദേ ഹാവ് ബിൽട്ട് എ ബ്രിഡ്ജ്. ഓക്കെ, ഇതിൻ്റെ പാസീവ് എന്തായിരിക്കും? വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞോളൂ. ആൻസർ D ആണ് അല്ലേ. എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽഡ് ബൈ ദം. ഇങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയേ. ദേ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇതാണ്, എ ബ്രിഡ്ജ് ആണ്. പിന്നെ ഹാവ് ഉണ്ടെങ്കിൽ ആക്റ്റീവിനകത്ത് ഹാസോ ഹാവോ ഹാഡോ ഉണ്ടെങ്കിൽ പാസീവിനകത്ത് എന്തായാലും ബീൻ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റി ഈ 3 ഓപ്ഷനകത്തും ബീൻ ഉണ്ട്. പിന്നെ എല്ലാ കേസുകളിലും V3 ഫോം ആയിരിക്കണം അല്ലേ. വെർബിൻ്റെ V3 ഫോം ആയിരിക്കണം. അതായത് ഇപ്പോൾ ഗോ ആണെങ്കിൽ ഗോ, വെൻറ്റ്, ഗോൺ. ഈ ഗോൺ എന്ന് പറയുന്നതാണ് V3 ഫോം. ഇവിടെ എന്ത് ഫോമാ? ഇത് V1 ഫോമാ. അപ്പോൾ ഇത് പറ്റില്ല. പിന്നെ ഇത് V3 ഫോമാ. ഇനി ഇത് രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ എ ബ്രിഡ്ജ് ഹാവ് ആണ്. എ ബ്രിഡ്ജിൻ്റെ ഒപ്പം നമ്മൾ ഹാവ് യൂസ് ചെയ്യോ? ഇല്ല, കാരണം എ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. അപ്പോൾ ഇതും പറ്റില്ല. നമ്മുടെ ആൻസർ D ആണ്. എ ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽഡ് ബൈ ദം. അടുത്ത ചോദ്യം നോക്കാം. ദേ ഹാവ് ഡൺ ഇറ്റ്. ഇതിൻ്റെ പാസീവ് ഫോം എന്തായിരിക്കും? ദേ ഹാവ് ഡൺ ഇറ്റ്. വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞോളൂ. ആൻസർ C ആണ് അല്ലേ. എങ്ങനെ കിട്ടിയേ? ഈ ഹാവ്, ഹാസ്, ഹാഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ പാസീവിനകത്ത് ഏത് വാക്കുണ്ടാവും? ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ബീൻ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ നമുക്കങ്ങ് വെട്ടിക്കളയാം കേട്ടോ. അപ്പോൾ ഇത് മാറ്റി. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇറ്റ് ഹാവ് ബീൻ ഡൺ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ഡൺ. ഇറ്റ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ. പിന്നെ അതിന് മുമ്പിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമ്മുടെ ആൻസർ ഇറ്റ് ഹാസ് ബീൻ ഡൺ ആണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ഇതിൻ്റെ പാസീവ് എന്താ വരിക? ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. സ്റ്റാബ്ഡ് കണ്ടപ്പോൾ മനസ്സിലായി V2 ആണ് അല്ലേ. വേഗം ആൻസർ പറഞ്ഞോളൂ. നമ്മുടെ ആൻസർ B ആണ്. സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. എങ്ങനെ കിട്ടിയ ആൻസർ? ഇവിടുത്തെ ഒബ്ജക്റ്റ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറി. പിന്നെ V2 ഫോം ആണെങ്കിൽ നമ്മുടെ ആൻസറിനകത്ത് എന്തുണ്ടാവും? വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. വാസ് അല്ലെങ്കിൽ വേർ. ഒറ്റയടിക്കാൻ ആൻസർ കിട്ടിയില്ല. ഇത് ഇവിടെ വാസ് ഇരിപ്പുണ്ട്. അപ്പോൾ സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. ആറാമത്തെ ചോദ്യം, ദ വുഡ് കട്ടർ ചോപ്പ് ഡൗൺ ദി ടോൾ ട്രീ. ഓക്കെ, ഇതിൻ്റെ പാസീവ് ഫോം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ വുഡ് കട്ടർ ചോപ്ഡ് ഡൗൺ ദി ടോൾ ട്രീ. അപ്പോൾ ചോപ്ഡ് ED ഉണ്ട്, നമുക്ക് മനസ്സിലായി V2 ഫോമാണ്. V2 ഫോം ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്തുണ്ടാവും? വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ വേഗം നോക്കിയിട്ട് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേർ എവിടെയല്ലേ? ഓപ്ഷൻ C ആണ് അല്ലേ. ദ ടോൾ ട്രീ വാസ് ചോപ്ഡ് ബൈ ദി വുഡ് കട്ടർ. അടുത്ത ചോദ്യം നോക്കാം. വൺ മേ അക്കംപ്ലിഷ് എനിത്തിങ് വിത്ത് എ ലിറ്റിൽ എഫേർട്ട്.
ഇതിൻ്റെ പാസീവ് എന്താ വരിക? ഒന്ന് വേഗം നോക്കിയിട്ട് പറഞ്ഞേ. ആൻസർ ബി ആണ്. വിത്ത് എ ലിറ്റിൽ എഫേർട്ട് എനിത്തിങ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ എത്തുന്നേ? ഈ മേ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഓക്സിലറി അല്ലേ, മേ, ക്യാൻ, പിന്നെ എന്താ വില്ല്, ഷാല്, കുഡ്, ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വെർബ് വരികയാണെങ്കിൽ അതിന് ശേഷം എന്തുണ്ടാവും? പാസീവ് ഫോമിൽ ബി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും. ഇനി ഇവിടെ നോക്കി എവിടെയാണോ ബി ഉള്ളത്? സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കൂടെ? അത് എവിടെയല്ലേ ബി ഇരിക്കുന്നത്? അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. വിത്ത് എ ലിറ്റിൽ എഫേർട്ട് എനിത്തിങ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ്. അടുത്ത ചോദ്യം നോക്കാം. ദ വർക്കേഴ്സ് ബിൽഡ് എ ബ്രിഡ്ജ്. ബിൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞാണെന്ന് തോന്നുന്നു, ടി ആണ് അല്ലേ. അപ്പം ടി ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസീവിനകത്ത് വാസ് അല്ലെങ്കിൽ വേർ ആയിരിക്കും ഉണ്ടാവുക. നോക്കിക്കോളൂ, ഇതിനകത്ത് വാസ് ഉള്ള ഓപ്ഷൻ ഏതാ? സി ആണ്. അപ്പോൾ എ ബ്രിഡ്ജ് വാസ് ബിൽഡ് ബൈ ദി വർക്കേഴ്സ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദി എഡിറ്റർ അല്ലേ, ഓപ്ഷൻ ഡി ആണ്. എങ്ങനെയാണ് കിട്ടിയേ? ദേ ഇവിടെ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റാം. പിന്നെ ഐ എൻ ജി ഉണ്ടെങ്കിൽ, ആക്റ്റീവിനകത്ത് ഐ എൻ ജി ഉണ്ടെങ്കിൽ പാസീവിനകത്ത് എന്തുണ്ടാവും? ഐ എൻ ജി ഉള്ള ബീയിങ് ഉണ്ടാവും അല്ലേ, ബീയിങ് ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലോ, ഓപ്ഷൻ ഡി ആണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് തേർഡ് ഫോം എഡിറ്റഡ് ബൈ ദി എഡിറ്റർ. അടുത്ത ചോദ്യം നോക്കാം. ദ മാൻ ഫെഡ് ദി ഗേൾ. ദ മാൻ ഫെഡ് ദി ഗേൾ. വേഗം ആൻസർ പറഞ്ഞേ. ആൻസർ സി ആണ്. എന്താ ആൻസർ വരിക? ദ ഗേൾ വാസ് ഫെഡ് ബൈ ദി മാൻ ആണ് അല്ലേ. ദ ഗേൾ വാസ് ഫെഡ് ബൈ ദി മാൻ. എങ്ങനെ കിട്ടി? ഫെഡ് എന്ന് പറയുന്നത് V2 ഫോമാണ്. നമ്മുടെ ഫീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെഡ് എന്ന് പറയുന്നത്. അപ്പോൾ V2 ഫോം ആണെങ്കിൽ പാസീവിനകത്ത് വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. ഇവിടെ ഓപ്ഷൻ നോക്കിക്കോളൂ. ഇത് ഇവിടെ വാസ് ഉണ്ട്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലേ. പിന്നെ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കണം ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരണ്ടേ. അപ്പോൾ എന്താ ആൻസർ വരണ്ടേ? ദ ഗേൾ വാസ് ഫെഡ് ബൈ ദി മാൻ. 11ാമത്തെ ചോദ്യം. ദേ വിൽ ഡിസ്കസ് ദ മാറ്റർ സൂൺ. വേഗം ആൻസർ പറഞ്ഞ പാസീവ് വോയിസ്. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് അല്ലേ, 11B ആണ്. അപ്പോൾ എങ്ങനെ ആൻസർ കിട്ടിയത്? ദ മാറ്റർ വിൽ ബി ഡിസ്കസ് സൂൺ ബൈ ദം. എങ്ങനെ കിട്ടി? ഈ വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ് വരികയാണെങ്കിൽ പാസീവിനകത്ത് ഏത് കീവേഡ് ഉണ്ടാവും? ബി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉണ്ടാവും. 4 ഓപ്ഷൻ നോക്കി, ഇതേ ഇവിടെ മാത്രമേ ബി ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ദ മാറ്റർ വിൽ ബി ഡിസ്കസ് സൂൺ ബൈ ദം. 12th വൺ നോക്കാം. ഡിഡ് ഷീ റൈറ്റ് എ സ്റ്റോറി. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് ഷീ റൈറ്റ് എ സ്റ്റോറി. ഇതിൻ്റെ പാസീവ് പറഞ്ഞോളൂ. എന്തായിരിക്കും ഇതിൻ്റെ പാസീവ് വരുന്നത്? ആൻസർ ബി ആണ്. ഓക്കെ, വാസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഹെർ. വാസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഹെർ. എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് നോക്കാം. ഈ ഡിഡ് എന്നുള്ള കീവേഡ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, നമ്മുടെ ആൻസറിനകത്ത് ഒന്നല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ വാസും വേറൊന്നും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ വാസ് എ സ്റ്റോറി റോഡ് ബൈ ഹെർ അല്ലെങ്കിൽ വാസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഹെർ. നമുക്കറിയാം പാസീവിനകത്ത് എപ്പോഴും എന്താ ഉണ്ടാവുന്നത്? V3 ഫോം ഓഫ് ദി വെർബാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? വാസ് എ സ്റ്റോറി റിട്ടൺ ബൈ ഹെർ. 13th ക്വസ്റ്റ്യൻ നോക്കാം. ഹാസ് ഷീ ആൻസേർഡ് ദി ക്വസ്റ്റ്യൻസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ പാസീവ് ഫോം എന്താണ്? 4 ഓപ്ഷൻസ് നോക്കിയിട്ട് വേഗം ആൻസർ പറഞ്ഞു തന്നെ. ഹാസ് ഷീ ആൻസേർഡ് ദി ക്വസ്റ്റ്യൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹാവ് ദ ക്വസ്റ്റ്യൻസ് ബീൻ ആൻസേർഡ് ബൈ ഹെർ. എങ്ങനെ നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയേ? അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഹാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ള? പാസീവിനകത്ത് എന്തായാലും ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടാവും അല്ലേ. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹാസ്, ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ പാസീവിനകത്ത് ബീൻ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ഈ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനകത്തും ബീൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ എങ്ങനെ എത്തും? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവിനകത്ത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഒരു ഓക്സിലറി വെർബ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സബ്ജക്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആവില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഷീ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, സബ്ജക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത് മാറട്ടെ. പിന്നെയുള്ളത് ഈ 3 എണ്ണമാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ദ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. ദ ക്വസ്റ്റ്യൻസ് എസ് ഉണ്ട്. അപ്പോൾ എസ് ഉണ്ടെങ്കിൽ എനിക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെ ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ ഹാസ് ഷീ ബീൻ ആൻസേർഡ് ദി ക്വസ്റ്റ്യൻസ്. നമുക്കറിയാലോ ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ വരേണ്ടത്. അപ്പോൾ എന്തായാലും ഇവിടെ ഷീ പറ്റില്ല. ഓക്കെ, ക്വസ്റ്റ്യൻസ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ വരണം. അപ്പോൾ ഇതും തെറ്റാണ്. നമുക്ക് ആൻസർ കിട്ടി. ഹാവ് ദി ക്വസ്റ്റ്യൻസ് ബീൻ ആൻസേർഡ് ബൈ ഹെർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ. ഇത് പാസീവ് ആണ് കേട്ടോ. ഇങ്ങനെ മനസ്സിലായത് പാസീവ് ആണെന്ന് കണ്ടോ? ഇവിടെ ബൈ ഹെർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ. ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനകത്ത് ആക്റ്റീവ് വോയിസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ആൻസർ വരുന്നത്? എ ആണ്. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. എങ്ങനെ കിട്ടി? ഇവിടെ കണ്ടോ ഇസ് എന്നുള്ള വാക്ക് കണ്ടല്ലോ.
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡു അല്ലെങ്കിൽ ഡസ്. ആക്റ്റീവിനകത്ത് ഡു അല്ലെങ്കിൽ ഡസ് വന്നു കഴിഞ്ഞാൽ പാസീവിനകത്ത് എന്താ വരിക? എസ് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ആം. ഈ ഒരു കീവേഡ് ഉണ്ടാവും എന്തായാലും അല്ലേ. അപ്പോൾ ഇവിടെ പാസീവിനകത്ത് എസ് ഉണ്ട്. പാസീവിനകത്ത് എസ് ഉണ്ടെങ്കിൽ ആക്റ്റീവിനകത്ത് ഒന്നല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനകത്തും ഇവിടെയാണ് ഡസ് ഉള്ളത്. ഇതാണ് നമ്മുടെ ആൻസർ. ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി വിൽ സർട്ടൻലി ഹെൽപ്പ് ദി പുവർ ബോയ്. ഇതിൻ്റെ പാസീവ് എന്താ വരിക? വേഗം നോക്കിയിട്ട് പറഞ്ഞേ, ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. ആൻസർ ബി ആണ് അല്ലേ. ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്പ് ബൈ ഹിം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയേ? ഇവിടെ കണ്ടോ, ആക്റ്റീവ് വോയിസിനകത്ത് വില്ലുണ്ട് അല്ലേ. അപ്പോൾ വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ പാസീവിനകത്തൊരു കീവേഡ് ഉണ്ടാവുമല്ലോ. എന്താ അത്? ബി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ 4 ഓപ്ഷൻ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഒരു ബി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ബി ഉണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. ഇനി ശ്രദ്ധിച്ചോളൂ, ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്പ് ബൈ ഹിം ആണോ അല്ലെങ്കിൽ ദ പുവർ ബോയ് വുഡ് ബി ഹെൽപ്പ് ബൈ ഹിം ആണോ? നമ്മൾ ആക്റ്റീവ് പാസീവ് പഠിച്ചപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ടെൻസ് മാറാൻ പാടില്ല ഇല്ല, ടെൻസ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ വില്ലാണെങ്കിൽ ഇവിടെയും വില്ല് തന്നെ ആയിരിക്കണം, അല്ലാതെ വുഡ് ആക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്താ? ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്പ് ബൈ ഹിം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, മറക്കല്ലേ. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടെ കാണുക. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ PSC പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.